രാംനാരായണ രാം. ഭൂമിയിൽ നിരവധി പേർ ഉണ്ടാകുന്നു. അവർ ഹിന്ദുക്കളായിരിക്കുമ്പോഴും ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തുന്നു. എനിക്ക് ഒരു കത്ത് ലഭിച്ചു. അതിൽ എഴുതിയിരുന്നത് അവർ ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. അവർ എനിക്ക് മരിച്ച ശേഷം എൻ്റെ മൃതദേഹം ശ്മശാനഘട്ടത്തിൽ ദഹിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും. ഇത്തരത്തിൽ ആളുകൾ എന്തു ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ഞാൻ ഈ കാര്യത്തെ ഹിന്ദുവും മുസ്ലിമും ആയ ആളുകൾക്ക് പറഞ്ഞു. അതിനാൽ മുസ്ലിംവർ പറഞ്ഞത് അവർ എനിക്ക് മരിച്ച ശേഷം എൻ്റെ മൃതദേഹം അവരുടെ ഖബർസ്ഥാനിൽ വയ്ക്കാമെന്ന്. ഹിന്ദുക്കളുടെ അഭിപ്രായം ഞാൻ മുസ്ലിംകളുടെ പക്കൽ നിന്നെത്തി എന്നു പറയുന്നത്. പക്ഷേ അത് ശരിയല്ല. ഞാൻ പ്രകൃതിയുടെ പക്കൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അറബി രാജ്യങ്ങളിൽ പെട്ടെന്നുള്ള ഒരു ചെടിയുമില്ല. അതിനാൽ അവിടത്തെ മരുഭൂമിയിൽ മരണശരീരം മണലിൽ ഇടം നൽകുന്നു. ഇന്ത്യയിൽ ചെടികളും സസ്യങ്ങളും ഉള്ളതിനാൽ ഇവിടെ മരണം സംഭവിച്ച ശരീരം ദഹിപ്പിക്കപ്പെടുന്നു. ഭാരതത്തിൽ 14 വർഷം മുമ്പ് ഒരു മുസ്ലിം പോലും ഇല്ലായിരുന്നു. മതം ഒരു വസ്ത്രം അല്ല. നിങ്ങൾക്ക് മനസ്സിലുള്ളപ്പോഴൊക്കെ ധരിക്കാനും മനസ്സിലുള്ളപ്പോഴൊക്കെ വിട്ടുകളയും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പ്രകാരമായിരുന്നെങ്കിൽ വിവിധ മതങ്ങളിലേക്ക് മാറാൻ കഴിയില്ല. ഞാൻ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി. അവിടെ 22 അല്ലെങ്കിൽ 23 വയസ്സുള്ള ഒരു ബാലൻ ഉണ്ടായിരുന്നു. അവൻ വളരെ രോഗിച്ചു. ഞാൻ അവൻ്റെ അരികിൽ ചേർന്നപ്പോൾ മനസ്സിൽ പ്രാർത്ഥന നടത്തി. അതിനുശേഷം 3 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ ആരോഗ്യകരമായി മാറി. രാവിലെ അവൻ ഡോക്ടറുടെ പക്കലേക്ക് പോയി പരിശോധന നടത്തി. എന്തും കണ്ടെത്തിയില്ല. ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ മനസ്സും ബുദ്ധിയും ജ്ഞാനവും എവിടെ ആണ്? എനിക്ക് മനസ്സിലാകുന്ന ശക്തി, അതിൽ നിന്നുള്ള ശക്തി എവിടെ? ഓരോ ഡോക്ടറും പറയാനാവില്ല. ഞാൻ ചെയ്യാൻ കഴിവുള്ളത് ഓരോ വ്യക്തിക്കും ചെയ്യാനാകും. അതിനുള്ളത് നിങ്ങൾക്ക് മാത്രം. ധ്യാനമുണ്ട്. എന്തെല്ലാം ഞങ്ങൾ സമ്പാദിച്ചിരിക്കുന്നു, അതിനെ ആജീവിതമാക്കേണ്ടത്. അതിൻ്റെ ഉണർവ് നിങ്ങളുടെ ശരീരത്തിൽ ആവിഷ്കരിക്കേണ്ടതാണ്. നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവവും അല്ലാഹും കാണാം. നിങ്ങൾ ആരാണെന്ന് പോലും അറിയാൻ കഴിയും. എല്ലാ മരത്തോട്ടങ്ങൾ, മനുഷ്യൻ, ജീവജാലങ്ങൾ എല്ലാം ഏകദേശം ഒരേ വസ്തുവായ 5 ഘടകങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ വിശ്വാസം ഉണ്ടാക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകില്ല. ദൈവവും അല്ലാഹും മനുഷ്യനും ജീവജാലങ്ങളും മരത്തോട്ടങ്ങളും എല്ലാം പ്രകൃതിയും ആകാശവും ചേർന്ന ഒരു ഭാഗമാണ്. അവയുടെ ജ്ഞാനം തന്നെ നമ്മുടെ ജ്ഞാനമാണ്. അവയുടെ മാതൃകയാണ് നമ്മുടെ മാതൃക. അവയുടെ ത്യാഗം തന്നെയാണ് നമ്മുടെ ത്യാഗം. നിങ്ങളുടെ ശക്തികളെ തിരിച്ചറിയുക, അവയെ ഉണർത്തുക. നിങ്ങൾ ധ്യാനം ചെയ്യുകയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബുദ്ധി ഉണർത്താൻ സാധിക്കൂ.